ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മോമോസാണ്. ചിക്കൻ മോമോസാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല രുചിയുമാണ്. മോമോസ് ചട്നി അല്ലെങ്കിൽ മയോണീസോ സോസോ എന്ത് വേണേലും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ മോമോസ്. അപ്പോൾ മോമോസ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് മൈദ എടുക്കാം. ഞാൻ കുറച്ച് മതിയായിരുന്നതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇനി ഉപ്പും നമ്മുടെ നോർമൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഇത്തിരി ഉപ്പിടാം. പിന്നെ വെള്ളം ഒഴിച്ച് എണ്ണ ഒഴിച്ച് കുഴച്ച് വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഒരുപാട് വേണ്ട, ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂണൊക്കെ മതിയാവും. വെള്ളം കുറേശ്ശെ ഒഴിക്കണം, കാരണം കൂടിപ്പോയാൽ പിന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല. ഒരുപാട് പിന്നെയും പൊടിയിടണം. മിസ്സും അടങ്ങിയിരിക്കും ഞാൻ. ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് കുറച്ച് ഓയിൽ ഞാൻ അതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ തേച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഇത് മോമോസായിട്ട് ഉണ്ടാക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാനിത് 1/2 മണിക്കൂർ അടച്ച് വയ്ക്കാനായിട്ട് എണ്ണ പുരട്ടിയിട്ട് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അതവിടെ വയ്ക്കാം. കറി വയ്ക്കാൻ വാങ്ങിച്ച ചിക്കനിൽ ഞാൻ കുറച്ച് ബോൺലെസ് പീസസൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒന്ന് മോമോസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എടുക്കാനായിട്ട് ഇതിൽ കുറച്ച് കഷ്ണം എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കാതെ കീമയാക്കിയിട്ടും നമുക്ക് ചെയ്യാം. ഞാൻ സാധാരണ ഒന്ന് വേവിച്ചിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് കീമയാക്കുന്നത്. നമുക്കിനി കുറച്ച് സവാള, ഇതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ ചെറുതായിട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേവിച്ച ചിക്കനും ഇതുപോലെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഈ ഉള്ളിക്കകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിനകത്തോട്ട് കുറച്ച് സോയ സോസ് ഒഴിക്കാം. പിന്നെ കുരുമുളക് പൊടി, ഇനി ഉപ്പ്. ഞാൻ ഉപ്പിട്ടറിയുന്നില്ല ചിക്കൻ വേവിച്ചത്. മല്ലിയില വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതേപോലെ ഒരു ചെറിയ ഉരുളയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഒരു വലിയ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ചെറിയ പീസ് ഇതായിട്ട് അടപ്പ് എന്തെങ്കിലും ഇങ്ങോട്ട് മുറിച്ചെടുക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ചെറുതായിട്ട് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. ഒരു വലിപ്പം മതിയാവും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഫില്ലിങ് നിറച്ചിട്ട് ഒന്ന് ഇതുപോലെ വേണം ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ ഫില്ലിങ് നിറച്ചിട്ട് ഇതുപോലെ മറ്റ് നമ്മൾ മോമോസ് ഉരുട്ടി എടുക്കത്തില്ലേ, അതുപോലെയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ ഇതൊരെണ്ണം ഞാൻ ഈ ഷേപ്പിൽ അങ്ങ് ഉണ്ടാക്കി. ഇതുപോലെ ആണെങ്കിൽ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയോടെ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇതുപോലെയാണ് ഞാനങ്ങ് ഫോൾഡ് ചെയ്ത് കേട്ടോ. ബാക്കി കുറച്ചുണ്ട്, എല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇതുകൊണ്ട് 2 സെറ്റുണ്ട്. കുറച്ച് കൂടുതൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത് ഇത് നമുക്ക് ഇവിടെ പുഴുങ്ങിയെടുക്കാം. ഇതിൻ്റെ മൂടി പൊട്ടിപ്പോയത് കുറേ കാലമായി. ഇത് വെന്തിട്ടില്ല, കുറച്ച് നേരം കൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. കൂടെ ചെറിയ തീയിൽ അവിടെ ഇരിക്കും. നമ്മുടെ മോമോസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 ഇതിനകത്തോട്ട് എടുത്ത് സെറ്റ് ചെയ്തതന്നേ ഉള്ളൂ. കഴിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് 2 തരം ഫോൾഡിങ്ങാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.